ഇന്നലെ ടൗണിൽ പോയപ്പോൾ നല്ല ചീര കണ്ടിട്ട് ഇപ്പോൾ ചീര സീസണല്ലേ. അപ്പോൾ വീട്ടിൽ ചീര നട്ടിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എൻ്റെ വീട്ടിൽ അങ്ങനെ വലുതാവൊന്നുമില്ല ചീര. പിന്നെ ഇപ്പോൾ കണ്ടത്തിലൊന്നും അങ്ങനെ കൃഷിയൊന്നും ചെയ്യില്ല. അപ്പോൾ നല്ല ചീര കണ്ടപ്പോൾ ഒരു കെട്ട് ചീര വാങ്ങിയിട്ടുണ്ടായിന്. വേരും മണ്ണെല്ലാം ഉണ്ടായിന് നല്ലോണം. അതുകൊണ്ട് വേരെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് നല്ലോണം 2-3 വട്ടം ചീരയൊന്ന് ഒലുമ്പി കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഒന്ന് മുറിച്ചെടുക്കുന്നത്. അപ്പം അങ്ങനെ ചെറിയ രീതിയിൽ കുഞ്ഞു രീതിയിൽ എനിക്ക് മുറിക്കാൻ അറിയില്ല. കുറച്ച് വലിയ പീസായിട്ടാണ് കേട്ടോ മുറിച്ചിന്. ഇത് നല്ല ചീരയാണ് കേട്ടോ ഉണ്ടായിന്, അല്ലാണ്ട് മൂത്തിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ ചീരയിൽ നല്ലോണം മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് കഴുകൂല കേട്ടോ, കാരണം ഈ ചീര മുറിച്ച് കഴിഞ്ഞ് വെള്ളത്തിലിട്ടാൽ പിന്നെ അതിൻ്റെ കളറെല്ലാം ഒഴുകി പോകില്ലേ. അതുകൊണ്ട് ചീര മുറിക്കുന്നതിന് മുമ്പത്തെ കഴുകുന്നത് നല്ലത്. പണ്ടെല്ലാം ഞാൻ ചീര മുറിച്ചതിന് ശേഷമാണ് കേട്ടോ കഴുകൽ. അപ്പോൾ അത് കഴുകുമ്പോൾ ഇങ്ങനെ ചോര പോലെ വെള്ളമാവും. അതുകൊണ്ടായി പിന്നെ അമ്മ പറഞ്ഞു ഇനി അങ്ങനെ കഴുകണ്ട, ആദ്യം മുറിക്കുന്നതിന് മുന്നേ കഴുകിയാൽ മതി പറഞ്ഞിട്ട് മുറിക്കുന്നതിന് മുന്നേ എന്നിട്ട് കഴുകിനി. നല്ല ഇളം ചീരയാണ്, അങ്ങനെ മൂത്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് വെക്കുമ്പോൾ ചട്ടിയിൽ നിറച്ചുണ്ടായിന് കേട്ടോ വെക്കുമ്പോൾ. പക്ഷേ ഇതൊന്ന് വേകുമ്പോഴേക്കും ഒന്നും ഉണ്ടായിട്ടില്ല ഗൈസ്. ലാസ്റ്റ് ഒരു കുഞ്ഞതേ ഉണ്ടായിട്ട്, അതിൻ്റെ ചട്ടീൻ്റെ അടി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ട എൻ്റെ കൈക്കെല്ലാം ചോര കളർ കണ്ട, നല്ല ചീരയാണ് കേട്ടോ. ഇത് കണ്ട കുറച്ച് വേകുമ്പോഴേക്ക് തന്നെ ഒന്നുമില്ല, ഇത്ര പോരെ ഉണ്ടായിട്ടില്ല. അരിയുമ്പോൾ എത്ര ഉണ്ടായിന് അറിയാം. പിന്നെ ഞാൻ അതിന് വെളുത്തുള്ളിയും തേങ്ങയും ചതച്ചിട്ടു കേട്ടോ, വേറെ ഒന്നുമില്ല. പച്ച വെളിച്ചെണ്ണയും നനച്ചിട്ടതേലും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ എടുത്ത വെളിച്ചെണ്ണേൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്, കട്ട പിടിക്കും. അതിന് സ്പൂണോട് കോരി എടുത്തിട്ടാണ് കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ എടുക്കൽ. പിന്നെ ചീരുപ്പേരിയായി, പിന്നെ വെച്ചൊരു മോര് കറി വെക്കാമെന്ന്. അങ്ങനെ വെളിച്ചെണ്ണയിൽ കടുകെല്ലാം പൊട്ടിച്ചു. പിന്നെ ചില്ലി ഫ്ലേക്സാണ് കേട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് ഉള്ളിയും വഴറ്റി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. പിന്നെ തീ ഓഫാക്കിയതിന് ശേഷമാണ് നമ്മളെ മോര് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇടയിൽ കട്ടിമോര് കിട്ടും, ആ കട്ടിമോരായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മളെ മോര് മോര് കറിയും റെഡി ആയിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ചീരത്തോരനും മോര് കറിയും പിന്നെ രാവിലെ പുട്ടിനുണ്ടായ പയറുകറി ഉണ്ടായിന്. പിന്നെ ഉണക്ക ചെമ്മീൻ ഇങ്ങനെ ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ടിട്ട് ഒരു കറി വെച്ചിട്ട്. ഇന്ന് മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ കൊണ്ട് ഒപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇനി ഇതൊക്കെയായിരുന്നു സ്പെഷ്യൽ ഗൈസ്. പിന്നെ നല്ല മാങ്ങയച്ചാർ, ഇത് വാങ്ങിയ മാങ്ങയച്ചാറാണ് കേട്ടോ. പക്ഷേ പറയാൻ നല്ല ചീരയും നല്ല ടേസ്റ്റ് ഉണ്ടായിന്, മോര് കറി അടിപൊളി ഉണ്ടായിട്ടാ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചാനലിലേക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.